ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ടൂറിൻ്റെ അഞ്ചാം ദിവസമല്ല, ഇത് 4ാം ദിവസമാണ്. ഇന്ന് 4ാം ദിവസത്തിലേക്ക്. അന്ന് ഇപ്പം ഞങ്ങൾ സേലത്താണുള്ളത്. സേലത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് നാളെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുന്നത്. ഏതായാലും യാത്ര നല്ല രസകരമായിരുന്നു. നിങ്ങളും കുറേ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഞാൻ അടുത്തത് കാണിച്ചു തരാം. നവീൻ അങ്ങനെ ഞങ്ങൾ ഈ ലോഡ്ജിനോട് വിട പറയുക. ശ്രീ കാമദേവ് റെസിഡൻസി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സേലത്തുള്ള ഈ ഹോട്ടലിനാണ്. ഇതിലേക്ക് കയറുമ്പോൾ കണ്ടോ, മാവിൻ്റെ ഇല ഇങ്ങനെ കെട്ടിവെച്ചത് അലങ്കാരമായിട്ട് എന്തോ അതിൻ്റെ പിന്നിലുണ്ടാവും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ, രാവിലത്തെ ഫുഡ്, ഇഡ്ഡലി, നമ്മളവിടുത്തെ പോലെ തന്നെ. സേലത്തെ കാഴ്ചകൾ ഇവിടെ അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മള് കൊടൈക്കനാൽ കണ്ട പോലെ തന്നെ കുഞ്ഞു 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 വീടുകൾ നിറച്ചു. ഞാൻ അടുത്തെത്തിയാൽ വലുതായിരിക്കും നമുക്ക് തിരിയിട്ട്. ആച്ചി മേലെ ആകാശം കാണാത്തതിന്റെ കാരണം എന്താ? അതുകൊണ്ടാണ് അല്ലേ? ഓരോ സെന്റിലും ഓരോ വീട് പോലെ ഉണ്ട് കേട്ടോ. അത്രക്കും വീട് നല്ല നീറ്റുവാ. റോഡിന്റെ 2 ഭാഗവും കണ്ടോ, 2 ഭാഗം, ഒരു സൈഡ് ഫുൾ പൂക്കളാ. അത് നന്നായിട്ടുണ്ടാവും കേട്ടോ. റോഡിന്റെ സൈഡിൽ ഇങ്ങനെ പൂക്കൾ വെച്ച് കൊടുത്താല്, എന്റെ വീടിന്റെ മുമ്പിലെ സൈഡ് ഞാൻ വെച്ചിട്ടുണ്ട്. നേരെ പോകുന്നത് ഹൊക്കനക്കൽ വാട്ടർഫോൾസ് കാണാനാ. സേലത്ത് നിന്ന്. സേലത്തന്നല്ല അതുള്ളത്? ഹൊക്കനക്കൽ 50 കിലോമീറ്റർ, 88.0. പിന്നെ ഈ റോഡും നല്ല റോഡും കാറും നല്ലതായത് കൊണ്ട് യാത്ര നല്ല രസകര. ഈ 6 പേര് പാതൊക്കെ എത്ര സ്ഥലം വേണം? ഇവിടുന്ന് അങ്ങോ അതല്ല, വീടും കിണറും എല്ലാം നഷ്ടപ്പെടുത്തി അവിടെ അല്ലേ. ഇവിടെ കുറവാ. ഞങ്ങൾ സേലത്തൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ കണ്ട പ്രത്യേകമായ ഒരു അനുഭവം അത് കേട്ടോ. നല്ല ഒരു ഇത് റോഡ് സൈഡ് 2 ഭാഗത്തും പുളിമരം നട്ടുപിടിപ്പിച്ചിന്. റോഡിന് നമുക്ക് നടന്നു പോകാൻ നല്ല തണലുമാണ്. കൂടാതെ ഇത് നല്ലൊരു വരുമാന മാർഗം കൂടിയാട്ടോ. നിറയെ പുളി ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കിട്ടില്ലേ. പുളി ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടോ? നോക്ക്, ഇല കാണാണ്ട കാഴ്ച ഞങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ കിട്ടും. കാറിന്നൊക്കെ ഏന്തി പറിക്കാൻ കഴിയും കേട്ടോ. പക്ഷെ ഞങ്ങൾ 2-3 പറിച്ചു നോക്കി, ഒറിജിനൽ അടിപൊളി പുളിയാ. നിറയെ ഇത് നല്ലൊരു ഇങ്ങനെ ഇത് നല്ല സർക്കാർ ചെയ്ത് നല്ലൊരു പരിപാടിയാ അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നോക്ക്, അങ്ങോളം കിലോമീറ്ററോളം പുളിമര നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങി നോക്കി ഞങ്ങൾ കായ് പറിച്ചു നോക്കുമ്പോ നല്ല പുളിയും. ഇല കാണാണ്ടാണ്. വെയിലുമാണ്. ഇപ്പൊ നമുക്ക് നടക്കുന്നവർക്ക് ഒരു തണല്, സർക്കാരിന് ഒരു വരുമാന മാർഗം. റോഡാണെങ്കിൽ കുത്തി ഒലിച്ചിട്ട് വെള്ളം ഒലിച്ചിട്ട് റോഡ് പൊളിയൂര. അങ്ങനെ വെൽക്കം ടു ഹൊക്കനക്കൽ. ഹൊക്കനക്കൽ തന്നെയല്ലേ വായിക്കത്? അതന്നെ ഹൊഗനക്കൽ എന്നാട്ടോ. ഹൊഗനക്കൽ ഗേറ്റ്. ഇത്രയും ദൂരെ ഓടി ഞങ്ങൾ ഹൊക്കനക്കൽ എത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. സേലത്തുനിന്ന് ഞങ്ങളിപ്പോ ഹൊഗനക്കൽ പാർക്കിൽ ഇറങ്ങി. ഇതൊക്കെ ഹൊഗനക്കൽ പാർക്കിന്റെ തുടക്ക. ഇനി എന്തൊക്കെയെന്നുള്ളത് ഞാനും നിങ്ങളും ഒരുപോലെ നമുക്ക് ആകാംക്ഷയുടെ നോക്കി നിൽക്കുക. എന്തൊക്കെയെന്നുള്ളത് കാണാം. എത്തിയാ പിന്നെ തൊപ്പിയൊക്കെ വാങ്ങുക. അതിനുള്ള എല്ലാ ഹൊഗനക്കൽ. അങ്ങനെ ഞങ്ങൾ 2 3 ഒരുങ്ങി, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി. ഇന്ന് നോക്കുമ്പോ നമ്മളെ നാട്ടിലത്തെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഹൊഗനക്കൽ ബിരിയാണി ഉണ്ടാക്കുക. മീനുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ ഈ ഹൊഗനക്കലില്. ഇവിടെ ഫുള്ള് മീനാ.
മീനേ ഉള്ളൂ. വലിയ 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 മീന് ഇവിടെ എല്ലാ സ്ഥലത്തും വലിയ മീന്, രസമുള്ള മീന്. ഇവിടെ കല്ല വെയിലാ തൊപ്പിച്ചിട്ട് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനൊക്കെ കണ്ട പ്രത്യേകത ഗ്യാസ് അല്ല കത്തിക്കുന്നത്, വിറകാട്ടോ. വിറകടുപ്പിൽ മീൻ വറുത്ത് കൊടുക്കുക, അതിന് പ്രത്യേക ടേസ്റ്റ്. അതായത് എല്ലാം അടുപ്പാ, ഇവിടെ മൊത്തം അങ്ങനത്തെ അടുപ്പാ കാണുന്നത് കേട്ടോ. ഇതാ കുഞ്ഞ് ഷെഡ് ഉണ്ടാക്കിയിട്ട് എത്രയാ മീനുള്ളത്. നമ്മളെ നാട്ടിലുണ്ടാക്കിയ പുറത്തുണ്ടാക്കൂരെ മുറ്റത്ത്. ഇങ്ങനെയുള്ള ഇതുകൊണ്ടൊരു ഷെഡില്ലേ, തോണി, കൊട്ടത്തോണി. അത് ഇങ്ങനത്തെ കൊട്ടത്തോണിയില്ലേ, ഡാമേജ് ആകുമ്പോ ഇതിനെടുക്കുക. ഈ തണലിനെടുക്കുക. ഇതിന് വിറക് നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന അതേ അടുപ്പ് ഇവിടെ കാണും. ഇത്രയും ദൂരെ ഇവരൊക്കെ ഇതിന്റെ ആൾക്കാർ തന്നെയാട്ടോ. കൊട്ടത്തോണി ഒരു ഭാഗത്ത്, വേറൊരു അടുപ്പ് നോക്ക്, നല്ല ഭംഗിട്ടോ, മെഴുകി വൃത്തിയാക്കിയ അടുപ്പ്. താഴെ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോണ്, താഴെ കൂടെ. ഈ അടുപ്പ് കാണുമ്പോ ഒരു കൗതുകം. ഇപ്പൊ എവിടെ ഇല്ലല്ലോ. വേറൊരു ഭംഗിയുള്ള അടുപ്പ്, ഒരു മഞ്ഞ കളറ് വന്നത് എങ്ങനെയാ തിരിയാത്തത്. അടുപ്പ് കല്ല് കണ്ടോ ഇവിടൊക്കെ. ഇവിടെ കല്ല് കാണിച്ചു തരാം. എല്ലാം ഉണ്ട് ഇവിടെ. പഴമയിലേക്ക് അവര് പോയത്. അലക്കി കുളിക്കാനൊക്കെ നല്ല സൗകര്യം, വെള്ളം ഇങ്ങനെ ഒഴുകി പോണതാ. പിന്നെ എന്തെങ്കിലും അച്ചി പറയാ, വെള്ളച്ചാട്ടത്തിൽ തോണിക്ക് കുടത്തിലേക്ക് കയറുകയാണ്. അതിനുമാണ് ഞങ്ങള് ഇതിടുക. ഇതിട്ട് നല്ല ഒഗനക്കലിലൂടെ ഇങ്ങനെ കറങ്ങും. ഇവിടെ ഫുൾ മീനാട്ടോ. ആയിക്കോട്ടതാ, ഞങ്ങനെ റെഡിയായി. ഞങ്ങൾ 5 പേരും റെഡിയായി. ഇതാ കുരുവേടെ ശരിക്കും ഉപ്പയുടെ ആച്ചി ക്യാമറമാൻ ആയതുകൊണ്ട് ആച്ചി ഇതിൽ പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കൊട്ടത്തോണികൾ ഇതാ ഇഷ്ടം പോലെ, 1 2 അല്ല. വിരുന്നവർക്കൊക്കെ 1500 4 ആൾക്ക്. 5 ആളുള്ളത് കൊണ്ട് ഇവിടെ 3000 ഞങ്ങളോട് വാങ്ങിയത്. ഇതൊക്കെ എന്താ സംഭവം? കടലയൊക്കെ ഇതാ കൊട്ടത്തോണി എത്രയാ. ഒഗനക്കൽ ഇതാണോ ഇവിടുത്തെ? അത് ശരിയാ, ആന ചെറിയ. ഇതെന്താ ഇതെന്തോ പ്രോഹിബിറ്റഡ് ഉണ്ടല്ലോ അവിടെ. കടലിയായിട്ട് നടക്കേനും ഒരു കുരങ്ങ് വന്ന് പിടിച്ച് പറിച്ചിട്ട് അങ്ങോട്ട് തിന്നത്. ഞങ്ങളെന്നെ ഞെട്ടിപ്പോയി. കൊണ്ടോ ഞാൻ വിചാരിച്ചു നിങ്ങളെ കടിക്കാൻ വരികയാണെന്ന്. ശ്രദ്ധിക്ക്, കടല എല്ലാവർക്കും കൂടി വാങ്ങിയതായിരുന്നു. വരുന്നവർക്കും ഒരു പാടാ, ഒന്നും കൈ പിടിക്കരുത് എന്നുള്ളത്. വലിച്ചെടുത്ത് ഞങ്ങൾ എത്തുന്നു. ആച്ചിയെ കേറുമുത്തേ, ഇനി പ്രശ്നമല്ല. കേറിക്കഴിഞ്ഞാ പ്രശ്നമല്ല, പേടി മാറും. എന്നാലും മക്കളെ പഠിച്ചോന്നോ ശ്രദ്ധിക്കട്ടെ നമ്മള്. നിങ്ങനെ കൊറേ കറങ്ങും. പുലിയോ ചെരിച്ചിട്ടായ കാര്യമല്ലോ കേട്ടോ. കൊട്ടത്തോണിയിലൂടെ എങ്ങനെ യാത്രയാ, ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാ. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ രാവിലെ അല്ലേ വൈകുന്നേരം. ഇതിപ്പോ കുറച്ചൊരു വെയിലായി പോയില്ലേ. സൺ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചൂടുണ്ട്. ഞങ്ങൾ കൊടൈക്കനാലിലാണെങ്കിൽ ഭയങ്കര തണുപ്പ്, കുളിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെയാണെങ്കിൽ ചൂട്. ഇവിടെ ഒഗനക്കൽ ചൂട്. ഇതാ ഞങ്ങളെ ബാക്കി ഇതാ പോകുന്നു. അടിപൊളി പോക്ക് പോകുന്നുണ്ട്. സംഭവം രസാ. ഇവിടെയൊക്കെ കണ്ടവരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറെ പേര് ഇവിടെ കണ്ടവരായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി എവിടെയൊക്കെ പോവാനുള്ളത്. ഒഗനക്കൽ ബോട്ട് യാത്ര അല്ല, ഇതിനെന്താ പേര് ചേട്ടായി?
കൊട്ടവഞ്ചി നെയ്മ് പേരില്ലേ കൊട്ടവഞ്ചി എന്നാ പറയാ. എന്താ എന്റെ മകന് ഭാര്യ അതാ അവരൊക്കെ അതാ അവിടെ എന്റെ മക്കള്. ഞങ്ങള് യാത്ര ചെയ്ത് വരുമ്പോ ഇതിലൂടെ ഇങ്ങനെ സവാരി ചെയ്ത് വരും. വെള്ളച്ചാട്ടം കണ്ടോ ബാക്കില് സൗണ്ടും വെള്ളച്ചാട്ടും അടിപൊളി കേട്ടോ. കലക്കി അടിപൊളി. ഇതാണ് സംഭവം കേട്ടോ, വെള്ളച്ചാട്ടത്തിന്റെ അടി കൂടെ. ഞങ്ങളെ വഞ്ചി ഡ്രൈവർ ആട്ടോ ഇത്. നെയിം സുരേഷ് അല്ലേ? ഹായ് എന്റെ ആൾക്കാരോട് ഹായ് പറ. ഇവിടെ മേലെ കണ്ടോ പാറകളൊക്കെ, അല്ല പാറല്ല മല കണ്ടോ? അതിന്റെ താഴെ ഉള്ള ഇതൊക്കെ നാച്ചുറലാണ് പോലും. ഞങ്ങളെ ആൾക്കാർ അതിന്റെ അടുക്കതാ വെള്ളം ശേഖരിക്കുന്നു. ഇതെന്താ വിൽപ്പനയുണ്ടോ ഇവിടെ? സെയിൽസ് ഉണ്ട്. ഒന്നിന് 30. ഒന്നിന് 3 നമുക്ക് ഇവർക്കും കൊടുക്കുന്നു വേണ്ടേ? നോക്കി കുലിയോ ഇവർക്കൊന്ന് വാങ്ങിക്കൊടുക്ക ഡ്രൈവർ. ഒന്നും വേണ്ടേ? സ്നേഹം മാത്രം മതിയോ? അത് കർണാടക, ഇപ്പുറത്ത് തമിഴ്നാട്. അതിർത്തി അല്ലേ? അങ്ങനെ ഞങ്ങള് പിന്നെ ഈ കൊടൈക്കനാലില് ബോട്ട് യാത്രയില് 20 മിനിറ്റാ. ഇവിടെ 1 അവർ അല്ലേ? 1 അവർ. അത് കർണാടകയില്, ഇത് തമിഴ്നാട്. നമ്മളിപ്പോ തമിഴ്നാട്ടിലള്ളു. തമിഴ്നാട്. കർണാടക എന്താ പറയാ നിങ്ങള്? കന്നഡാന്നോ? അതാ അല്ല അവിടെ പറയുന്നത് കർണാടക. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇതാ ഞങ്ങളെ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ പോന്നു 1 കിലോമീറ്റർ ദൂരെ എത്തി. ഭയങ്കര വെയിൽ സഹിക്കാനാവുന്നില്ല. ഞമ്മ ഒന്നുകിൽ രാവിലെ ആയിരിക്കേണ്ടി അല്ലെ വൈകുന്നേരം ആയിരിക്കേണ്ടി. ഞങ്ങൾ ഇവിടം വരെ വന്നു തിരിച്ചു. ഇനി ഞങ്ങള് കയറിയ സ്ഥലത്തേക്ക് പോവുക. എത്താൻ തന്നെ കൊറേ സമയം എടുക്കൂ അല്ലേ? അതിന്റെ ഇടയിൽ ആടല്ലേ അത്? ആടങ്ങനെ പുല്ല് തിന്ന് മലന്റെ ഒരു സൈഡ്, ഒരു അടിഭാഗം. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞിപ്പോ ഇവിടെ എത്തി. സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. കൊട്ടവഞ്ചി യാത്ര അതിമനോഹര കേട്ടോ. കൊട്ടവഞ്ചി എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ തളർന്ന് ഞങ്ങൾ കുഴഞ്ഞു പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇളനീരൊക്കെ കുടിച്ച് ഇതിന്റെ കാമ്പ് ഞങ്ങൾ തിന്നോണ്ട് പോകും. അതിന്റെ അത്ര നല്ല പ്യുവർ ആയത് എന്താണല്ലേ? ഇതന്നെ ഉള്ളൂ, മായം ചേർക്കാത്ത. ഇത് തിന്നോണ്ട് ഞങ്ങൾ നടക്കുക. കൊട്ടവഞ്ചി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ എവിടെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങും. പിന്നെ നേരെ നമ്മൾ ബാംഗ്ലൂരിലേക്ക്. പക്ഷെ കൊട്ടവഞ്ചി ഒരു രക്ഷയിലിടുന്നു, അത്രയ്ക്കും സൂപ്പറാ. ഇതിനെ സമയം നമ്മളത് തെറ്റിപ്പോയിന്നേ ഉള്ളൂ. രാവിലെ അല്ലെ വൈകുന്നേരം ആണെങ്കിൽ സൂപ്പർ ആയിരുന്നു. കുരങ്ങന്മാരെ രക്ഷയില്ല കേട്ടോ. ഞങ്ങളെ കയ്യിന്ന് ഞങ്ങൾ വിചാരിച്ച ഞങ്ങളെ കടിക്കാൻ വരുമെന്ന കയ്യിന്നും കൊണ്ടുപോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളത്തെ വീഡിയോ ബാംഗ്ലൂർ എത്തിയിട്ടുള്ള ബാക്കി എല്ലാം ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.